ഇന്ന് മത്തങ്ങയും വൻപയറും കൂടി ഒരു കറി ഉണ്ടാക്കാം. ഒരു കഷ്ണം മത്തങ്ങയെടുത്ത് തോല് ചെത്തി കുരുവും കളഞ്ഞ് ചെറുതായി മുറിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വൻപയറും കഴുകി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുത്ത് 5 ആവി വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഈ കറി നല്ല സ്വാദാണ്. 5 ആവി വന്ന ശേഷം കുക്കർ തുറന്നു നോക്കി എല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കാം. ചെറുതായി ഉടച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ല സ്വാദാണ്. മുളകിൻ്റെയും മഞ്ഞളിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഒരു ചെറിയ മുറി തേങ്ങയെടുത്ത് അതിലേക്ക് 3-4 വെളുത്തുള്ളിയും 1 നുള്ളി ജീരകവും ഇട്ട് ഒന്ന് അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ അരയണം എന്നില്ല. ഇനി ഇതിൽ അരച്ചൊഴിച്ച ജീരകത്തിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വേവിച്ചെടുക്കണം. മത്തങ്ങ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒരു വെജിറ്റബിളാണ്. ഇതിൻ്റെ എല്ലാം ഗുണമറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയധികം ഗുണം മത്തങ്ങയ്ക്കുണ്ടോ എന്ന്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് തേങ്ങ വറുത്തതും കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് ഒന്ന് വറുത്തിടാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.